നമസ്കാരം. ആമയിഴഞ്ചാന്തോട്ടിൽ മാലിന്യം നീക്കുന്നതിനിടയിൽ കാണാതായി മരണമടഞ്ഞ ജോയിയുടെ കുടുംബത്തിന് സർക്കാർ ഇപ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ജോയിയുടെ മാതാവിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ധനസഹായം കൊടുക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ പറയേണ്ടതുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതായത് നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഈ വിഷയത്തിന് കൊടുത്ത ഒരു വലിയ പ്രാധാന്യം വളരെ വലുതായിരുന്നു. പക്ഷേ ആ വാർത്തകളിലും അന്തിച്ചർച്ചകളിലുമൊക്കെ ഉടനീളം നമ്മൾ കണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കടന്നാക്രമിക്കുക, നഗരസഭയെ കടന്നാക്രമിക്കുക എന്നതൊക്കെയായിരുന്നു. വാസ്തവം മൂടി വെച്ചുകൊണ്ട് പച്ചക്കള്ളങ്ങൾ, കുത്തിത്തിരിപ്പുകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെയും നമ്മൾ കണ്ടു. ഇതിനിടയിൽ ആ ദുരന്തം സംഭവിച്ച് ആ ജോയിയെ രക്ഷാപ്രവർത്തകർ തിരയുന്നതിനിടയിൽ നിരവധി മാധ്യമപ്രവർത്തകർ ഒത്തുചേർന്ന് സെൽഫി എടുക്കുന്ന ചിത്രങ്ങളും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും കാണുന്ന സാഹചര്യവും ഉണ്ടായി. ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ, സർക്കാർ എടുത്ത ചില കരുതലുകൾ, അതൊക്കെ പറയേണ്ടതുണ്ട്. ഇങ്ങനെ ജോയി എന്ന് പറയുന്ന ഒരാളെ കാണാതാവുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആരാണ്? നഗരസഭയിലെ മേയറാണ്. പിന്നാലെ ശിവൻകുട്ടി, പിന്നെ സർക്കാർ സംവിധാനങ്ങളെല്ലാം അവിടെ തമ്പടിച്ചുകൊണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. തുടക്കം മുതൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ റെയിൽവേയുടെ ഭൂമിയാണ്, റെയിൽവേ ആക്ട് പ്രകാരം റെയിൽവേ ഭൂമിയിൽ കയറി മറ്റ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റെയിൽവേയുടെ അനാസ്ഥ മൂലം, അവർ മാലിന്യം നീക്കാത്തത് മൂലം സംഭവിച്ച ഒരു വലിയ ഒരു ദുരന്തമാണ്. എന്നിട്ട് പോലും ഒന്നും നോക്കാതെ സർക്കാർ അതിലിടപെടുകയാണ്. തുടക്കമൊന്നും റെയിൽവേ വേണ്ട രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായില്ല. ഇതിനിടയിൽ പ്രതിപക്ഷം അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാതെ പോലും ഭരണപക്ഷത്തിനെതിരെ, സർക്കാരിനെതിരെ, നഗരസഭയ്ക്കെതിരെ ഒക്കെ വലിയ രീതിയിലുള്ള മോശമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നികൃഷ്ടമായ കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? ആ സമയങ്ങളിലൊന്നും തന്നെ സർക്കാർ ഇത്തരം പ്രതിപക്ഷമുയർത്തിയ ആരോപണങ്ങൾക്കോ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് വാർത്തകൾക്കോ ഒന്നും മറുപടി പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടില്ല. ഇതൊക്കെ കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. അവസാന നിമിഷം വരെ നമ്മൾ ജോയിയെ ജീവനോടെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ വിഫലമാക്കിക്കൊണ്ട് ജോയിയുടെ മൃതദേഹമാണ് നമുക്ക് ലഭിച്ചത്. അതിനുശേഷം മന്ത്രി രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷും ഒപ്പം തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനും ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇതിൻ്റെ വസ്തുതകൾ നിരത്തി, തെളിവുകൾ നിരത്തി എല്ലാവർക്കും വ്യക്തമായ മറുപടി കൊടുക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, മുതലെടുപ്പ് രാഷ്ട്രീയമാണ് നടത്തിയത്, എപ്പോഴും സ്റ്റേറ്റിന് എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിലവിലെ എം പി എവിടെയായിരുന്നു എന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. സമൂഹ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച തുടങ്ങി. അപ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾ ശശി തരൂർ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുന്നത് ആരാണ്? ദേശാഭിമാനിയും ഈ കൈരളി ചാനലിലെ റിപ്പോർട്ടറും മാത്രമാണ്. അങ്ങനെ സതീശൻ്റെ അടുത്ത് അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകിയൊരു മറുപടിയുണ്ട്. ഒരാളല്ലേ പോയത്, അവിടെ ദുരന്തമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന രീതിയിലൊരു പുച്ഛത്തോടെയുള്ള മറുപടി. ആ ഒരൊറ്റ മറുപടിയിൽ നിന്നും പ്രതിപക്ഷ നേതാവിന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു പ്രതികരണം കൂടിയാണ്. അതായത് കോൺഗ്രസ് നമ്മുടെ കേരളം ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയാകും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ നേരിടുക, അതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കും, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളിൽ എങ്ങനെയാകും അവർ ഇടപെടുക, രാഷ്ട്രീയപരമായി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമേ അവർ അത് ഉപയോഗപ്പെടുത്തൂ എന്നൊക്കെ നമുക്ക് നന്നായി തന്നെ ഒരിക്കൽ കൂടി മനസ്സിലാക്കി തന്ന ഒരു സംഭവം കൂടിയാണ് കഴിഞ്ഞു പോയത്. പക്ഷേ ഈ സാഹചര്യത്തിലൊക്കെ സർക്കാർ ഏത് രീതിയിലാണ് ഇടപെട്ടത്? തുടക്കം മുതലേ റെയിൽവേനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റാരെയോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല ശ്രമം നടത്തിയത്. ആദ്യം ജോയിയെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ ജോയിയെ കണ്ടെത്തുക എന്നതിനാണ് പ്രാധാന്യം നൽകിയത്. ഇപ്പോൾ ശേഷം ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ധനസഹായം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് അത് സ്വാഗതാർഹമാണെന്ന് പറയാൻ പോലും പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഈ സമയം വരെ തയ്യാറാകുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് റെയിൽവേ ആണ് ഈ മാതാവിന്, ജോയിയുടെ മാതാവിന് ഇങ്ങനെ ഒരു ധനസഹായം പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. കാരണം അവരുടെ അനാസ്ഥ മൂലമാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ അവർ പ്രഖ്യാപിക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ. കാരണം ജോയി പണിയെടുത്ത് കൊണ്ടുവരുന്ന പണവുമായിട്ടാണ്, പൈസയുമായി, തുച്ഛമായ ശമ്പളവുമായിട്ടാണ് ആ കുടുംബം താമസിക്കുന്നത്. അതൊക്കെ എത്ര മനോഹരമായാണ്, എത്ര ഭംഗിയായിട്ടാണ് ഒരു സർക്കാരിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ വൈകാരികമായ ബന്ധത്തെ എത്ര നന്നായാണ് സർക്കാർ മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത്
അനുഭവിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഇനി എന്തായാലും സർക്കാർ ജോയിയുടെ മാതാവിനൊപ്പം തന്നെ ഉണ്ടാകും, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ പറയാനുള്ള കാരണം ഇതിനു മുമ്പും ഉണ്ടായിരിക്കുന്ന പല ദുരന്തങ്ങളിലുമൊക്കെ അത്തരത്തിൽ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്കാണെങ്കിലും അല്ലെങ്കിൽ ദുരന്തത്തിൽ പല രീതിയിലുള്ള കെടുതികൾ സംഭവിച്ച ആളുകൾക്കൊക്കെ ആണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്ന സഹായങ്ങൾ, ഒപ്പം സർക്കാർ തണലായി മാറിയിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. അതൊന്നും നമുക്ക് തിരസ്കരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മുമ്പിൽ പ്രളയമുണ്ട്, നിപ്പയുണ്ട്, കോവിഡ് ഉണ്ട്, അങ്ങനെ നിരവധി ദുരന്തങ്ങളുണ്ട്, മഹാമാരികളുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ ഇടപെടലുകൾ എത്രത്തോളമായിരുന്നുവെന്നും ആ സമയങ്ങളിലൊക്കെ പ്രതിപക്ഷം എവിടെയായിരുന്നു എന്നൊക്കെ നമുക്ക് നന്നായി അറിയാം. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒരു കേന്ദ്ര സഹമന്ത്രിയുണ്ട്, സുരേഷ് ഗോപി. നാഷണൽ ചാനലുകൾ വരെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സബ്ജക്റ്റ് കൂടിയാണിത്. പക്ഷേ ഈ സമയം വരെ സ്വയം നന്മമരമെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന സുരേഷ് ഗോപി ഇവിടം വരെ ഒന്ന് വരാനോ ഈ വിഷയത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് അന്വേഷിക്കാനോ ഒന്നും സമയം കണ്ടെത്തിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഇലക്ഷൻ വരുമ്പോൾ മാത്രം ചില മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് ചിലർ സ്വയം പ്രഖ്യാപിത നന്മമരമായി മാറുന്നു. ശേഷം റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. സുരേഷ് ഗോപി MP ആയ ശേഷം, സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാകാനൊരു സാധ്യതയുമില്ല. അതേസമയം ഇലക്ഷന് മുമ്പ് എന്തൊക്കെ രീതിയിലുള്ള അഭിനയങ്ങളായിരുന്നു സുരേഷ് ഗോപി കാഴ്ചവെച്ചത്? ലൂർദ് മാതാവിന് കിരീടം വയ്ക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇടപെടുന്നു. ഇതിനിടയിൽ ഒരു വ്യത്യസ്തമായ സംഭവം കൂടി ഉണ്ടായല്ലോ. അദ്ദേഹത്തിൻ്റെ ഞാൻ കോടീശ്വരൻ എന്ന് പറയുന്ന ഒരു പരിപാടി കണ്ട് സിന്ധു എന്ന് പറയുന്ന ഒരു സ്ത്രീ കോയമ്പത്തൂരിൽ നിന്ന് ഗുരുവായൂരിലെത്തി. ഗുരുവായൂരിൽ വെച്ച് സുരേഷ് ഗോപിനെ കണ്ട് തൻ്റെ മകന് ഒരു ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ പോയി ഗോവിന്ദൻ്റെ അടുത്ത് പോയി ചോദിക്കുക എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ആട്ടി ഓടിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഗോവിന്ദൻ മാഷും നമ്മുടെ സർക്കാരും ഒക്കെയാണ് അവരെ സഹായിച്ചത്. അപ്പോൾ ദുരന്തങ്ങളിൽ ഒരു സർക്കാരിന് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു നഷ്ടത്തിൽ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ പ്രതികരിക്കണം, എങ്ങനെ കരുതലായി മാറണം എന്നൊക്കെ നന്നായി ഈ സർക്കാരിനറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സർക്കാരിനെ വീണ്ടും വീണ്ടും ജനങ്ങൾ ഇങ്ങനെ വിജയിപ്പിച്ച് വീണ്ടും ആ അധികാര കസേരയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ കടന്നാക്രമണം നടത്തുന്നത്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്? ഈ സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം ഇവരുടെ വ്യാജ വാർത്തകൾക്കൊന്നും സ്കോപ്പില്ല. ഈ സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം ഈ മാധ്യമങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തുമാകാം എന്ന് പറഞ്ഞ് ദുരന്ത സമയങ്ങളിൽ സെൽഫി എടുത്ത് നടക്കുന്ന പോലുള്ള ധാർഷ്ട്യങ്ങൾ എന്തായാലും ഈ സർക്കാർ വെച്ചു പുലർത്തില്ല. അതിനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാരല്ല ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സർക്കാരിനെതിരെ ഇവർ നിരന്തരം കടന്നാക്രമണം നടത്തുന്നത്. ഇവർക്ക് ആവശ്യം നിശബ്ദത പാലിക്കുന്ന, ഇവർക്ക് നേരെ വിരൽ ചൂണ്ടാത്ത, ഇവരെ ചോദ്യം ചെയ്യാത്ത ഒരു സർക്കാരിനെയാണ്. ഇവരുടെ എല്ലാ അഴിഞ്ഞാട്ടങ്ങളും നടക്കണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ നടക്കൂ എന്ന് ഇവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. സർക്കാർ പറയുന്ന സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പ്രതിപക്ഷം പറയുന്ന പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ നമുക്ക് സത്യത്തിൽ വളരെ സന്തോഷം പകരുന്ന ഒരു തീരുമാനം തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഈ സർക്കാർ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യമാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. ഈ ഒറ്റപ്പെട്ട ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ ശ്രമം നടത്തുമ്പോഴും അത് ആരുടെ ഭൂമിയാണ്, അല്ലെങ്കിൽ അത് ആരുടെ അനാസ്ഥയാണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് മറ്റൊരു വകുപ്പിൻ്റെ റെയിൽവേയുടെ പിഴവ് സംഭവിക്കുമ്പോൾ സർക്കാരിന് ഇടപെടാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാമല്ലോ റെയിൽവേ ആക്ടിൽ എന്താണ് പറയുന്നത്. അതായത് ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിനോ മറ്റാർക്കോ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റില്ല, അവരുടെ ഭൂമിയാണ് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇടപെടാം കേന്ദ്ര സർക്കാരിന്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ MP-മാർക്ക് ഇതിൽ ഇടപെടാൻ കഴിയും. ഇവരാരും ഈ സമയം വരെ ഇടപെട്ട് നമ്മൾ കണ്ടോ? ഇല്ല. ശശി തരൂരോ സുരേഷ് ഗോപി ആരും തന്നെ ഇടപെട്ട് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയോ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ കുടുംബത്തെ നോക്കുമെന്നോ, അല്ലെങ്കിൽ ഇത് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തുമെന്നോ ഒന്നും പറഞ്ഞ് നമ്മൾ ഈ സമയം വരെ കേട്ടില്ല. എന്തായാലും നടന്നത് നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അനാസ്ഥകൾ അത് തിരുത്താനുള്ളതാണ്. പക്ഷേ അതൊരാളുടെ തലയിൽ വെച്ച് കെട്ടി മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തുന്നത് അത് തീർത്തും അപലപനീയമായ കാര്യമാണെന്ന് പറയാതെ വയ്യ. മാത്രവുമല്ല ഇത്തരത്തിൽ ഈ 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കുമ്പോഴും അതിൻ്റെ പേരിൽ ഫ്ലെക്സ് അടിക്കാനോ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കാനോ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താനോ ഈ സർക്കാർ ശ്രമം നടത്തുന്നില്ല. ഈ സർക്കാർ അങ്ങനെയൊന്നും മുതിരുന്നില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഈ സ്ഥാനത്ത് സതീശനോ സുധാകരനോ ഒക്കെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തേക്ക് വീട് പണിത് കൊടുത്ത് കാണിച്ചതുപോലെ, അതായത് സഹായം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സംഭവം കൊടുത്തിട്ട് അത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാനെ. പക്ഷെ അതൊന്നും ഇവിടെ കാണുന്നില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ സർക്കാർ മാറുന്നില്ല. കാരണം അങ്ങനെ ഇത്തരം ദുരന്തങ്ങളിൽ സഹായിച്ചതിൻ്റെ പേരിൽ കിട്ടുന്ന കയ്യടികൾ ഞങ്ങൾക്ക് ആവശ്യമല്ല. ഞങ്ങളെ നന്നായി തന്നെ സർക്കാരിനെ നന്നായി തന്നെ ജനങ്ങൾക്കറിയാം എന്നൊരു ബോധ്യം ഈ സർക്കാരിനുണ്ട്. മാത്രവുമല്ല ഈ സർക്കാരിന് വേറൊരു കാര്യം കൂടി അറിയാം. കാരണം ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളൊക്കെ ആര് നടത്തിയാലും ആ കുപ്രചരണങ്ങളൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് സത്യം ഇതുപോലെ എന്നെങ്കിലുമൊക്കെ ആരുടെ കയ്യിൽ നിന്നെങ്കിലും പുറത്തു വരുമെന്ന നല്ല ആത്മവിശ്വാസം ഈ സർക്കാരിനുണ്ട്. ഈ സർക്കാരിനെ അങ്ങനെ പെട്ടെന്ന് തോൽപ്പിച്ച് കളയാമെന്നൊന്നും ആരും വിശ്വസിക്കരുത്. കാരണം ഈ സർക്കാർ
കോടിക്കണക്കിന് ജനങ്ങളുടെ ഉള്ളിലാണ് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.